ഹായ് മക്കളെ, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ജെഇ മെയിൻ 2025 ജാനുവരി 29 സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനുമായിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ജെഇ മെയിൻ ജാനുവരി 2025 ഷിഫ്റ്റ് 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിക്കോ. If the set A belongs to R for which the quadratic equation has no real root is in the interval, അതായത് A ലൈ ഇൻ ഇന്റർവെൽ ആൽഫ ബീറ്റയാണ്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റിലെ എലമെൻറ്റ്സ് ഇൻ ബിറ്റ്വീൻ ആൽഫ ബീറ്റയാണ്. ദെൻ വട്ട് ഈസ് സിഗ്മ? ആ എലമെൻറ്റ്സിലെ ആ സെറ്റിലെ എല്ലാ എലമെൻസിൻ്റെയും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യണം. അതാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതായത് ഇത് ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. ഫണ്ടമെൻ്റൽസിൽ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ തന്നെ നാച്ചർ ഓഫ് റൂട്ട്സ് എന്നാണ് ഇതിൻ്റെ സംഭവം. അതായത് സബ് ടോപ്പിക് നാച്ചർ ഓഫ് റൂട്ട്സ് ആണ്. അപ്പോൾ നോക്ക്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. നോക്കൂ, നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ശ്രദ്ധിക്കുക. 2x² പ്ലസ് a-5 x പ്ലസ് 3a എന്താ പ്ലസ് 15 3a എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ക്വാഡ്രാറ്റിക്കിൽ നോ റിയൽ റൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിന് ജസ്റ്റ് ആ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നു നോക്കൂ. 2x² പ്ലസ് a-5 x അല്ലേ, പ്ലസ് 15 3a = 0 ഹാസ് നോ റിയൽ റൂട്ട്സ്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക്കിന് റിയൽ റൂട്ട്സ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇമാജിനറി റൂട്ട്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്താണ്? <0 എന്ന് പറഞ്ഞ് നമുക്ക് പോയി നോക്കാം. ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് <0 ആണ് എന്നുണ്ടെങ്കിൽ b² - 4ac, അതായത് a-5 ഹോൾ സ്ക്വയർ മൈനസ് 4 × 2 8 അല്ലെ, 8 × 15 3a എന്ന് പറയുന്നത് എന്താണ്? <0 ആണ്. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ a² - 10a പ്ലസ് 25 ആണ് a-5 ഹോൾ സ്ക്വയർ മൈനസ് ഇത് 120 ആണ് പ്ലസ് 24a ആണ് അല്ലെ, <0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. വിച്ച് മീൻസ് a² - 10a പ്ലസ് 24a എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? പ്ലസ് 14a ആണ് മൈനസ് 95 <0 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് അത് ഫാക്ടറൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? a² പ്ലസ് 14a മൈനസ് 95 <0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അത് a-5 ഇൻറ്റു അല്ലെ a പ്ലസ് 19 × -5 മൈനസ് 95 ആണ്. 19 പ്ലസ് -5 എന്ന് പറഞ്ഞാൽ 14 ആണ് അല്ലേ. അപ്പോൾ a-5 ഇൻറ്റു a പ്ലസ് 19 <0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് എന്താണ്? രണ്ട് പോയിന്റുകൾ എന്ന് പറയുന്ന സമയത്ത് -19 ഏതാണ്? 5 -19 5 അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എന്ത് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് <0 ആണ്. അപ്പം ഇവിടെ നെഗറ്റീവ്, ഇപ്പുറത്ത് പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ്. <0 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇത് എന്ത് എഴുതാം? -19 a <5 എന്ന് എഴുതാം. -19 a <5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്? ഈസ് ദ ഇൻ്റർവെൽ ആൽഫ ബീറ്റ. ഇനി അത് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇത് ലൈ ചെയ്യുന്ന a ലൈസ് ഇൻ ദ ഇൻ്റർവെൽ ആൽഫ ബീറ്റ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -19 ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണെന്ന് നമുക്ക് മനസ്സിലായി.
ഇനി അത് നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി അതിന് നമുക്ക് അടുത്ത സെറ്റിലേക്ക് നമുക്ക് പോവാം. എന്താണ് ഈ സെറ്റിൽ പറഞ്ഞിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ ആണ് ആ സെറ്റിലെ എലമെൻറ്റ്സ്. ലൈസ് ബിറ്റ്വീൻ ആൽഫ ബീറ്റ എന്നാണ് അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും -19 ആണ് ആൽഫ, ലെസ് ദാൻ എക്സ് ആണ്, ലെസ് ദാൻ എന്താണ് 5 ആണ്, കഴിഞ്ഞിട്ടില്ല. എക്സ് എന്താവണം? ഇൻറ്റീജർ ആയിരിക്കണം എന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് എന്ന് പറയുന്ന സെറ്റ് നമുക്ക് ഇനി വരിക. അപ്പോൾ ഇൻറ്റീജർ ലൈസ് ബിറ്റ്വീൻ -19 to 19 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന സെറ്റ് എന്താണ്? -18, -17, -16 ഇങ്ങനെ പോയി 0, 1, 2, 3, 4 ഇതായിരിക്കും. ശരിയല്ലേ? ഇനി ആ സെറ്റിൽ ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള എക്സ് എന്ന് പറയുന്ന സെറ്റും നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എക്സ് എന്ന് പറയുന്ന സെറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സിഗ്മ സമ്മേഷൻ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ എലമെൻസിൻ്റെയും സമ്മിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആദ്യത്തത് -18 സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 സ്ക്വയർ ചെയ്താൽ മതി. 18 സ്ക്വയർ പ്ലസ് 17 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ പ്ലസ് അല്ലേ? ആ നെഗറ്റീവിന് സ്ക്വയർ ചെയ്യുന്നതും പോസിറ്റീവിന് സ്ക്വയർ ചെയ്യുന്നതും എന്താണ്? പ്ലസ് -1 സ്ക്വയർ 1 സ്ക്വയർ, പിന്നെ 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതെന്താണ്? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 18 സ്ക്വയർ. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 18 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അത് 18 ഇൻറ്റു അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം എന്താണ്? സിഗ്മ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മിക്കണം. n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6 ആണ്. n ഇവിടെ 18 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 18 ഇൻറ്റു 19 ഇൻറ്റു അല്ലേ 2 ഇൻറ്റു 18 എത്രയാണ്? 2 ഇൻറ്റു 18 36 + 1 37, 37/6 പ്ലസ് 0 സ്ക്വയർ 0 തന്നെയാണ്. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അത് 16, 16 + 9 25, 25 + 4 29 + 1 30 എന്ന് നമുക്ക് എഴുതിയാൽ മതി. അതിന് ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഏത്? ഇത് ആഡ് ചെയ്തത്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് ഇക്വേഷനൊന്നും ആവശ്യമില്ല. ദെൻ അപ്പം നമുക്ക് ഇനി ഇവിടെ നമുക്ക് 6 18-ൽ 3 ടൈംസ് പോകും അല്ലേ? അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2109 എന്നാണ് കിട്ടുക. 2109 + 30 അതായത് 2139 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. 2139 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എന്താണ്? തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ മക്കളെ, ready.